മത്സരിക്കാൻ നിൽക്കുകയാണ്. ഈ ഒരു ഒറ്റപ്പാലം മണ്ഡലത്തിൽ എങ്ങനെയാണ് ഈ ഒരു വിജയത്തിനെ കണക്കാക്കുന്നത്? ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇവിടെയുള്ള എട്ട് പഞ്ചായത്താ? 8 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി, 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി ഉള്ളത്. 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമുള്ള ഈ പ്രദേശത്തെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 പ്രവർത്തകരുടെ മാത്രം ഒരു പ്രവർത്തക യോഗം വിളിക്കാൻ അവർ തീരുമാനിച്ചു. ഒരു കൺവെൻഷനെ പോലെയുള്ള ആളല്ലേ പങ്കെടുത്തത്. അവരാവേശം എന്താ? അവരാവേശം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് അല്ലേ എനിക്ക്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എനിക്കോ ഈ UDFന്റെ ഞങ്ങളുടെ മുന്നണിയുടെ പ്രവർത്തകർക്കോ ആർക്കും തന്നെ ആശങ്കയില്ല. അവിടെ ഈ UDFും അതുപോലെ തന്നെ ഞങ്ങൾ പാലക്കാട്ട് വെച്ച് രൂപീകരിച്ചിട്ടുള്ള ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് DMF, അതിൻ്റെ നേതാവാണ് ഈ നിൽക്കുന്ന സതീശൻ. അതിൻ്റെ ജില്ലാ നേതാവാണ് അദ്ദേഹത്തിനാണ് ഇതിൻ്റെ മുഖ്യ ചുമതല. ഞാനും സതീശനും ഉൾപ്പെടെയുള്ള ആളുകൾക്കൊന്നും തന്നെ ഒരു ആശങ്കയില്ല. കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ഒരു തർക്കമേ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നാൾ മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ വളരെ വലിയ ആവേശത്തിലാണ് അവർ. അപ്പോൾ പിന്നെ കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനം വരുന്നത് വരെ അവർ വെയിറ്റ് ചെയ്തു. അതിനപ്പുറത്ത് അസ്വാഭാവികമായിട്ട് യാതൊരു കാര്യമില്ല. എൻ്റെ പേരാണ് വരാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ ലീഗിൻ്റെ പ്രവർത്തകർ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ രംഗത്തേക്ക് വന്നത്, നമ്മളെ വരവേറ്റത്. കോൺഗ്രസിൻ്റെ ആളുകളുടെ സ്ഥിതിയും ഇപ്പോഴും തന്നെയാണ്. ഇപ്പം ഇന്ന് തീരുമാനം പ്രഖ്യാപിക്കുന്നതോടുകൂടി ഈ മണ്ഡലത്തിൻ്റെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ പ്രചരണത്തിൽ അവർ മുമ്പിൽ പോയില്ലെന്നൊക്കെ ചോദിച്ചാൽ പ്രചരണം അവർ നേരത്തെ തുടങ്ങി. എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് ഇന്നാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീടാണ് സ്വാഭാവികമായിട്ട് എൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഈ ദിവസങ്ങൾ ധാരാളമാണ്. കുറച്ച് നേരത്തെ പ്രവർത്തനം ആരംഭിച്ചാൽ അവർ വിജയിക്കുമെന്നോ ഒന്നും ഒരു കണക്കൊന്നുമില്ല. ഇങ്ങനെ അത്ര അനുഭവങ്ങൾ കേരളത്തിലുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെയൊന്നുമല്ല. ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങളാണ് ശരി, ജനങ്ങളേ ശരിയുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്.